നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിപ്ലവ നേതാവിന് വിട. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും വോട്ട് ചേർക്കാനുള്ള ദിവസം 15 നിന്ന് 30 ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും വി.ഡി. പാനൂർ നഗരസഭയിൽ മഹാത്മാ മന്ദിരം കനാൽ റോഡിൽ സ്വകാര്യ വ്യക്തി ചളിമണ്ണ് നിക്ഷേപിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ദുരിതത്തിൽ. നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസും നഗരസഭയും നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപം. ധർമ്മടം ബാങ്ക് സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എം.പി. കുമാരൻ സാഹിത്യ പുരസ്കാരം എൻ. ശശിധരനും വി.വി. രുക്മിണി ചെറുകഥാ പുരസ്കാരം കാവ്യ അയ്യപ്പനും. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം വി.എസ്. അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. CPM സ്ഥാപക നേതാക്കളിൽ ഒരാളും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. അന്തരിച്ചു. 101 വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനുക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശീല വീണത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതം നയിച്ചു വന്ന വി.എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ 23-ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:20 അന്ത്യം സംഭവിച്ചത്. ഭാര്യ വസുമതിയും മക്കളായ V.A. അരുൺകുമാറും V.V. ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് SUT ആശുപത്രിയിലെത്തി വി.എസിനെ സന്ദർശിച്ചിരുന്നു. CPMന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി.എസ്. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. 3 തവണയായി 15 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. 7 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 മുതൽ 2009 വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും വോട്ട് ചേർക്കാനുള്ള ദിവസം 15 നിന്ന് 30 ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും വി.ഡി. സതീശൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ്, CPMന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 23-ാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം LDFന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ CPMനും അത് കൈമാറ്റം ചെയ്തു, ചോർന്നുപോയി. രണ്ടാമത്തെ കാര്യം, 23-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 15 ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം. നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക. ഒരു വിധത്തിലും ക്രമരഹിതമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല. ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക. വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും 15 ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 23-ാം തീയതി ഉൾപ്പെടെ 23-ാം തീയതിയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് കമ്മീഷൻ പിൻവാങ്ങണം, അല്ലെങ്കിൽ നിയമപരമായി നേരിടും. ആര് വിദ്വേഷ പ്രചരണം നടത്തിയാലും കേരളത്തിലെ കോൺഗ്രസ് അതിനെ എതിർക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അല്ല, ആ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരായിട്ടാണോ CPMന്റെ പ്രസ്താവന? ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെതിരെയാണെന്ന് പറയില്ല. ഒരു ആകാശത്തേക്കുള്ളൊരു വെടിയാണ്. അത് ആർക്ക് വേണമെങ്കിലും കൊള്ളാം, ആർക്ക് വേണമെങ്കിലും കൊള്ളാതിരിക്കാം. അപ്പോൾ ഈ വിദ്വേഷ ക്യാമ്പയിൻ്റെ പുറകിൽ ഞാൻ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും
നറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചത്. ഇന്നലത്തെ CPM-ന്റെ പ്രസ്താവന വന്നതോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് CPM ഒന്നും കൂടി അടിവരയിട്ടിരിക്കുക. അല്ല, മുഖ്യമന്ത്രിയുടെ PR ഏജൻസികൾ ഡൽഹിയിൽ നടത്തിയ ക്യാമ്പയിൻ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ, മനസ്സിലായല്ലോ. CPM ആരെയാണ് വിമർശിച്ചതെന്ന് വ്യക്തമല്ലെന്നും CPM നടത്തിയത് ആകാശത്തേക്കുള്ള വെടി മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. പാനൂരിനടുത്ത പൂക്കോം മൊയിലോം ശിവക്ഷേത്രം മഹാത്മാ മന്ദിരം കനാൽ റോഡിൽ സ്വകാര്യ വ്യക്തി ചളിമണ്ണ് നിക്ഷേപിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ദുരിതത്തിൽ. നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസും നഗരസഭയും നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമായി നാട്ടുകാർ. പാനൂർ നഗരസഭയിലെ 12, 36 വാർഡുകളിൽ ഉൾപ്പെടുന്നതാണ് ഈ റോഡ്. പൂക്കോം മൊയിലോം ശിവക്ഷേത്രത്തിന് സമീപത്തെ മഹാത്മാ മന്ദിരം കനാൽ റോഡിലാണ് യാത്ര ദുരിതപൂർണമായത്. സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയതാണ് ദുരിതത്തിന് കാരണമെന്നാണ് ആക്ഷേപം. വീട് പൊളിച്ച അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് റോഡിൽ തള്ളിയതെന്നാണ് പരാതി. നമ്മളെ റോഡ് ആദ്യം നല്ലൊരു റോഡേനും പിന്നെ ഒരു സ്വകാര്യ വ്യക്തി ഇങ്ങനെ മണ്ണിട്ടിട്ട് ഒരു അലങ്കോലപ്പെടുത്തി. ഇപ്പം റോഡാകെ കോലം കെട്ടിട്ട് ഒരാൾക്കും എവിടെയും പോയും കൂടാ. അങ്ങോട്ടെല്ലാം ദൈവം എടുത്തി അങ്ങ് സുഖയിലായിട്ട് മെഞ്ഞാന്ന് ഒരു ഭയങ്കര കുക്കിയും പൈരലായിട്ട് വണ്ടി വന്നിട്ട് അപ്പുറത്തൊന്നും മഹാത്മേൻ്റെ അടുത്തൊന്നും തിരിച്ചു പോയി, സജയൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും തിരിച്ചു പോയി. അങ്ങനത്തെ ഗതിയിലുള്ള ഒരു ആംബുലൻസ് വരെ വരില്ല. രോഗികളെ തേച്ചുള്ള ഒന്ന് താഴത്തെ മൊയ്തു, ഒന്ന് ആശാരീൻ്റെ ഇട ദേവൂട്ടേച്ചി, പിന്നെ മാധു അടുത്തി, അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു രോഗം വന്നാലും ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഒരു കോലം കെട്ടിയിട്ടുള്ള റോഡ്. നല്ല ഉറപ്പുള്ളൊരു റോഡായിരുന്നു ഇത് ആദ്യം. അപ്പോൾ അതിനുശേഷം ഒരു സ്വകാര്യ വ്യക്തി നിലവിലേതോ വീട് പൊളിച്ച ഒരു ചേടി മണ്ണ് കൊണ്ടുപോയിട്ടിട്ടാണ് ഇപ്പം നിലവിൽ ഈ സ്ഥിതി ആയിട്ടുള്ളത്. DYFI അതിൻ്റെ ഭാഗമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഇങ്ങനെ അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരവസ്ഥ തന്നെയാണ്. ഈ മണ്ണ് എത്രയും പെട്ടെന്ന് കോരാനുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. രോഗികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ യാത്ര ദുരിതമായതിനാൽ ഏറെ ബുദ്ധിമുട്ടുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ കനാൽ റോഡ് പിന്നെ ഇങ്ങനെ മണ്ണിട്ടിട്ട് ഒരു സ്വകാര്യ വ്യക്തിയെ മണ്ണിട്ടിട്ട് ഇതാക്കിയത്. പക്ഷേങ്കിൽ ഇപ്പം ഒരു ദുരവസ്ഥയായിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് വരെ പോകാൻ പറ്റാത്ത സ്ഥിതിയുള്ള. പിന്നെ അമ്മയ്ക്ക് ഒരു പനി വന്നിട്ട് തന്നെ പിന്നെ മഹാത്മാ വായനശാല വരെ വണ്ടി വന്നിട്ട് ആ വണ്ടി ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ആടുന്ന് വണ്ടി തിരിച്ചു പോയി. പിന്നെ നേരിട്ടിട്ട് അങ്ങേ കുന്നമക്കുറത്ത് സൈഡ് ആ പാലം വരെ ആ വണ്ടി വന്നിട്ട് ആടുന്ന് തിരിച്ചു പോയി. ഒരു വിധത്തിനും ഡോക്ടറെ അടുത്ത് പോയി കൂടാതെ സ്ഥിതിയുള്ള. പിന്നെ ഒരു രോഗം വന്നാൽ മരിക്കലല്ലാണ്ട് വേറെ രക്ഷയുണ്ടാവില്ല ഇങ്ങനെ തുടർന്നു പോയാൽ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവും. അധികൃതരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് DYFI പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം നടത്തി. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ഇന്നു മുതൽ പല സ്ഥലങ്ങളിലും പല ആശുപത്രികളിലുമായി തിയേറ്ററുകളിൽ ഓപ്പറേഷൻ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ആ തിയേറ്ററുകളിലേക്ക് വേണ്ട ഓപ്പറേഷൻ സാധന സാമഗ്രികൾ വാങ്ങുന്ന കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് കൊടുക്കാനുള്ളതുകൊണ്ട് ആ കമ്പനികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ HLL-ന് സാധന സാമഗ്രികൾ നൽകാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഓപ്പറേഷൻ നിലച്ചിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത് മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി കേരളത്തിലുണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോൾ ഗവൺമെൻറ്റുകൾ ഇടപെട്ട് ഇതിന് പരിഹാരം കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നത് എത്ര കാലം വന്നാലും എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ ആരോഗ്യവകുപ്പ് വളരെ മോശമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. സുശീൽ ചന്ദ്രോത്ത്, ഉച്ചുമ്മൽ ശശി, KE പവിത്രരാജ്, റാഫി ഹാജി,
MP സുധീർ ബാബു, KP രാഗിണി, A ശർമിള, N മോഹനൻ, U സിയാദ്, മനോജ് നാലാങ്കണ്ടത്തിൽ, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ടിനെ സമരക്കാർ തടയുകയും പോലീസെത്തി മാറ്റുകയും ചെയ്തു. തുടർന്ന് നേതാക്കൾ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് സോഷ്യലിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന പുതിയ കാലം രാജ്യത്ത് പിറവിയെടുക്കുകയാണെന്ന് KP മോഹൻ MLA പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാനൂരിൽ RJD കൂത്തുപറമ്പ് മണ്ഡലം നേതൃശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RJD കൂത്തുപറമ്പ് മണ്ഡലം നേതൃശില്പശാല പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് സോഷ്യലിസ്റ്റുകാർ നേതൃത്വം നൽകുന്ന പുതിയ കാലം കൂടി രാജ്യത്ത് പിറവിയെടുക്കുന്നതായും ഇതിനെ മറികടക്കാൻ തെരഞ്ഞെടുപ്പുകളെ തന്നെ അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും KP മോഹനൻ MLA കുറ്റപ്പെടുത്തി. അതിശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ് RJD എന്നും KP മോഹനൻ പറഞ്ഞു. നമ്മൾ ഈ കേരളത്തിൽ തന്നെ 21 അംഗ MLA ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു SSP ആയ സമയത്ത്. പക്ഷെ അത് മാറി ചുരുങ്ങി ഒന്നുമില്ലാതായി ഇന്ന് ഒന്നായി മാറി. 4 മന്ത്രിമാരും ഒരു സ്പീക്കറും ഉണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ തന്നെ ഒരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ തന്നെ നല്ല ആവേശത്തോടു കൂടി ഈ പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കാനും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീടും ഈ പാർട്ടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇന്നും ഉള്ളത്. സോഷ്യലിസ്റ്റ് പാർട്ടിയായി ഇന്ന് RJDയിലേക്ക് വന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, RJD എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെ ജനാധിപത്യ മതേതര രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. മറ്റ് കക്ഷികൾക്കൊരു ഭീഷണിയായിട്ട് മാറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ അടുത്ത ദിവസം ഞങ്ങൾ ബീഹാറിൽ പോയപ്പോൾ, പട്നയിൽ പോയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞതും അതായിരുന്നു. ഒരു ആരവമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രവർത്തകരുടെ. അതോടൊപ്പം തന്നെ നേതാക്കന്മാരും അതേ രൂപത്തിൽ നല്ല രീതിയിൽ ലല്ലു പ്രസാദിൻ്റെ പ്രസംഗവും തേജസ്വി യാദവിൻ്റെ പ്രസംഗവും ഒക്കെ തന്നെ അവിടെ കേട്ടപ്പോഴും വളരെയധികം ആവേശമാണ്. ആ ആവേശം കെട്ടടങ്ങാതെ അവിടെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട്, കാരണം തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ എന്താവും എന്നതിനെക്കുറിച്ചല്ല, പക്ഷേ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രാവശ്യം അവിടെ ബീഹാറിൽ നമ്മുടെ മന്ത്രിസഭ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാർഖണ്ഡിലുമുണ്ട്, നമുക്ക് മന്ത്രിയുമുണ്ട്, MLAയുമുണ്ട്. RJD കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി CKB തിലകൻ സ്വാഗതം പറഞ്ഞു. സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് VP മോഹനൻ അവതരിപ്പിച്ചു. പ്രവർത്തന രൂപരേഖ സജീന്ദ്രൻ പാലത്തായും അവതരിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും സംഘടനയും എന്ന വിഷയത്തിൽ KP ചന്ദ്രൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ജയചന്ദ്രൻ കരിയാട്, ഷിജിന പ്രമോദ്, CH സ്വാമിദാസൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാരോത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് KK ജയപ്രകാശ്, മഹിളാ ജനതാദൾ സംസ്ഥാന അധ്യക്ഷ OP ഷീജ, ദേശീയ കൗൺസിൽ അംഗം രവീന്ദ്രൻ കുന്നോത്ത്, മഹിളാ ജനതാദൾ കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജ M ചണ്ടയാട്, യുവജനതാദൾ മണ്ഡലം പ്രസിഡന്റ് MK രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ N ധനഞ്ജയൻ, TP അനന്തൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി കരുവകണ്ടി ബാലൻ, ജില്ലാ കമ്മിറ്റി അംഗം പന്നിയോട ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2024 വർഷത്തെ MP കുമാരൻ സാഹിത്യ പുരസ്കാരത്തിന് N ശശിധരനും യുവ കഥാകാരികൾക്കുള്ള VV രുക്മിണി കഥാ പുരസ്കാരത്തിന് കാവ്യ അയ്യപ്പനും അർഹരായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MP കുമാരൻ സാഹിത്യ പുരസ്കാരത്തിന് N ശശിധരനും യുവ കഥാകാരികൾക്കുള്ള VV രുക്മിണി കഥാ പുരസ്കാരത്തിന് കാവ്യ അയ്യപ്പനും അർഹരായി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് MP കുമാരൻ സാഹിത്യ പുരസ്കാരം. 10,000 രൂപയും ശില്പവുമാണ് VV രുക്മിണി കഥാ പുരസ്കാരം. ജൂലൈ 26-ന് വൈകിട്ട് 4:30-ന് ചിറക്കുനിയിലെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ കഥാകൃത്ത് NS മാധവൻ സമ്മാനിക്കും. ധർമ്മടം ബാങ്ക് MP കുമാരൻ സാഹിത്യ പുരസ്കാരത്തിന് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ മുൻനിർത്തി ശ്രീ N ശശിധരന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പുരസ്കാര സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ജൂറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് പ്രമുഖരായുള്ള K സച്ചിദാനന്ദൻ, കരിവള്ളൂർ മുരളി, SS ശ്രീകുമാർ എന്നിവരടങ്ങിയിട്ടുള്ളവരാണ്. ഈ പുരസ്കാരത്തിൻ്റെ ഭാഗമായി 50,000 രൂപയും പ്രശസ്തനായിട്ടുള്ള ശില്പി മനോജ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു പുരസ്കാരമാണ്
ധർമ്മടം ബാങ്ക് MB കുമാരൻ സാഹിത്യ പുരസ്കാരം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷമായി നമ്മൾ നൽകി വരുന്ന യുവകഥാകാരികൾക്കുള്ള VV രുക്മിണി കഥാപുരസ്കാരം. അതിലിത്തവണ അർഹയായിട്ടുള്ളത് കുമാരി കാവ്യ അയ്യപ്പനാണ്, ആലുവ സ്വദേശിയാണ്. ശ്രീ VS അനിൽകുമാർ, MK മനോഹരൻ, ഡോക്ടർ ജിസ ജോസ് എന്നിവരടങ്ങിയുള്ള ജൂറിയാണ് കഥാപുരസ്കാരത്തിന് അർഹയായിട്ടുള്ള അതിൻ്റെ ജേതാവിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാധാരണത്തിൽ അതിൻ്റെ ബാങ്കിങ് പ്രവർത്തനത്തോടൊപ്പം സാഹിത്യ പുരസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അംഗീകാരമായി ഈ മേഖലയിൽ വരികയും ചെയ്യുന്നുണ്ട്. പരിപാടിയിൽ നിരൂപകൻ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണവും നോവലിസ്റ്റ് ഷീല ടോമി പ്രഭാഷണവും നടത്തും. ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, റെയ്ഡ്കോ ചെയർമാൻ M സുരേന്ദ്രൻ, സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PV വത്സരാജ് എന്നിവർ സംസാരിക്കും. തലശ്ശേരിക്കാരൻ തന്നെയായ അദ്ദേഹം കുറ്റ്യാട്ടൂരിലാണ് ജനിച്ചതെങ്കിലും ശശിമാഷ് ഇപ്പോൾ തലശ്ശേരിക്കാരനാണ്. 35-ലേറെ നാടകങ്ങൾ എല്ലാം വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്ത നാടകങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നെയ്ത്തുകാരൻ എന്ന സിനിമയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അത് മലയാളത്തിലെ നടൻ മുരളിക്ക്, അതുപോലെ അതിൻ്റെ സംവിധായകനായ പ്രിയാനന്ദനും ദേശീയ ബഹുമതി നേടിക്കൊടുത്ത നെയ്ത്തുകാരൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ്. വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര സമിതി ചെയർമാനും ബാങ്ക് പ്രസിഡന്റുമായ T അനിൽ, പുരസ്കാര സമിതി കൺവീനർ CP ഹരീന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി ദിലീപ് വേണാടൻ, KK രമേശ്, പ്രൊഫസർ K കുമാരൻ, C മോഹനൻ, PP സനകൻ എന്നിവർ പങ്കെടുത്തു. സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി അവരെ ചേർത്തുപിടിക്കാൻ പൊതുപ്രവർത്തകർക്ക് കഴിയണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ന്യൂമാഹി പരിമടത്ത് നവീകരിച്ച കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂമാഹി പരിമടത്ത് നവീകരിച്ച കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ നേട്ടങ്ങളെ തമസ്കരിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുജനസേവന കേന്ദ്രമാക്കി ഇതിനെ മാറ്റും എന്നുള്ളതാണ് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ജനങ്ങൾ ഉറ്റുനോക്കുക. ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന, ഭരണകൂടത്തിന്റെ കീഴിൽ സകല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ജനത അതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. ഇന്നലെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അതിന്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. ആ ഉദ്ഘാടന പ്രസംഗം വലിയൊരു രാഷ്ട്രീയ പ്രസംഗമല്ല. പക്ഷെ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഓരോ വാക്കും ഓരോ പൊതുപ്രവർത്തനങ്ങളുള്ള പാഠപുസ്തകമാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്ത് പറയുന്നു എന്നോ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെല്ലാം കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ വികാരങ്ങളുമായി നിങ്ങൾക്ക് എത്രത്തോളം സമരസപ്പെടാൻ സാധിക്കും, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകന്റെ കർത്തവ്യവും വിജയവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രവർത്തന മികവ് കൊണ്ട് എനിക്ക് വഴികാട്ടിയ എന്റെ ഗുരുവാണ് ഉമ്മൻചാണ്ടി എന്ന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്നലെ പുതുപ്പള്ളിയിൽ പറഞ്ഞു വെച്ചത് നമ്മളെല്ലാവരും കണ്ടു. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളിൽ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ, ദുഃഖങ്ങളിൽ അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ കൂടെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഓഫീസ് എന്ന കാര്യത്തിന് സംശയം വേണം. കോൺഗ്രസ് ന്യൂമാഹി മണ്ഡലം പ്രസിഡന്റ് VK അനീഷ് ബാബു അധ്യക്ഷനായി. മാഹി MLA രമേശ് പറമ്പത്ത് മുഖ്യാതിഥിയായി. ഭാഗവാഹികളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരവും ആഹ്ലാദവുമുള്ള ഒരു നിമിഷമാണ് നാം എല്ലാവരും അവിടെ സാക്ഷികളാവാൻ പോകുന്നത്. ഇവിടെ ഈ ഓഫീസിനെ കുറിച്ച് നമുക്കറിയാം, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രദേശത്തിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ന്യൂമാഹി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയൊരു സ്വപ്നമാണ് ഈ ഓഫീസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഓഫീസ് നിരവധി തവണ നശിപ്പിച്ചതായ കഥയും നമുക്കറിയാം. അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയും നമുക്കറിയാം. ഇതിനോടൊക്കെ തന്നെ പോരാടി അത്തരം ആക്രമത്തിനും അത്തരം നശീകരണ സ്വഭാവത്തിനുമൊക്കെ അതിനൊക്കെ തന്നെ ഒരു വെല്ലുവിളിയോടെ അത് സ്വീകരിക്കുകയും
ഈ ഓഫീസിന്റെ പുനർനിർമ്മാണം വളരെ ആത്മാർത്ഥമായി വളരെ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ അതിന്റെ പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അതേപോലെ തന്നെ വലിയ സംഖ്യ സ്വരൂപിച്ചുകൊണ്ടാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം ഇനി ആരംഭിക്കാൻ പോകുന്നത്. കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ജോയിന്റ് കൺവീനർ NK സജീഷ്, DCC ജനറൽ സെക്രട്ടറി KP സാജു, ബ്ലോക്ക് പ്രസിഡന്റ് K ശശിധരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CG അരുൺ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കവിയൂർ രാജേന്ദ്രൻ, CB രാജൻ പെരിങ്ങാടി, PC റിസാൽ, N അഷ്റഫ്, PK സുനിത, KP പ്രയാഗ്, സംഘാടക സമിതി കൺവീനർ KP യൂസഫ്, വൈസ് ചെയർമാൻ C സത്യാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ചൊക്ലി UP സ്കൂളിൽ മുൻ MP K മുരളീധരൻ അനുവദിച്ച ലാപ്ടോപ്പുകൾ ഉപയോഗിച്ച് നവീകരിച്ച IT ലാബ് ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. K മുരളീധരൻ MP ആയി ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 14 ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചാണ് മാനേജ്മെന്റ് IT ലാബ് വിദ്യാലയത്തിൽ സജ്ജീകരിച്ചത്. ഇതിന്റെ ഉദ്ഘാടനമാണ് ഷാഫി പറമ്പിൽ MP നിർവഹിച്ചത്. കുട്ടികൾ പഠിക്കുന്നത് സർക്കാർ വിദ്യാലയങ്ങളിലോ എയ്ഡഡ് വിദ്യാലയങ്ങളിലോ എന്നതല്ല, മറിച്ച് കാലത്തിനനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യമൊരുക്കുക എന്നതാണ് ജനപ്രതിനിധികളുടെ കടമയും കർത്തവ്യവുമെന്ന് അദ്ദേഹം പറഞ്ഞു. MP ആയാലും MLA ആയാലും പഞ്ചായത്തായാലും അതെല്ലാവരുടെയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ലോകം അങ്ങനെ മാറുമ്പോൾ നമ്മുടെ കുട്ടി പഠിക്കുന്നത് ഒരു സർക്കാർ സ്കൂളിലാണ്, ഒരു പൊതുവിദ്യാലയത്തിലാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് എന്നതൊന്നും ആ കുട്ടിയുടെ വളർച്ചയുടെ മുമ്പിൽ ഒരു തടസ്സവും അതൊരു ഹിൻഡൻസോ ആയിട്ട് മാറാൻ പാടില്ല. അപ്പൊ ലഭ്യമായ അവസരങ്ങൾ വെച്ചിട്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ജനപ്രതിനിധി, പഞ്ചായത്ത്, MLA, MP, PTA, മെമ്പർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. സ്കൂൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പിന്തുണകളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും എന്നുകൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ലാപ്ടോപ്പ് ഈ പറയുന്ന സാങ്കേതിക വിദ്യയുടെ കാലത്ത് അവർക്ക് കൂടുതൽ അറിവുകൾ സ്വായത്തമാക്കാനും ലോകത്തെ എല്ലാ അറിവുകളും ഈ 6 സ്ക്രീനിന്റെ മുമ്പിൽ വരുന്ന ഒരു കാലമാണ്. ലോകത്തിന്റെ മുമ്പിൽ ഏത് കഴിവും നമ്മുടെ കുട്ടികൾക്ക് പ്രദർശിപ്പിക്കാൻ ഇനിയിപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്, ബാംഗ്ലൂരാണോ ചൊക്ലിയിലാണോ എന്നതൊന്നും ആളുകളുടെ മുമ്പിൽ ഒരു തടസ്സമല്ല. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം നവാസ് പരത്തിൻ്റെവിട, ചൊക്ലി AU KM ബാബുരാജ്, ചൊക്ലി BPC സുനിൽ ബാൽ, മാനേജ്മെന്റ് പ്രതിനിധി പ്രസീദ് കുമാർ, PTA പ്രസിഡന്റ് ഷനിൽ കുമാർ, മദർ PTA പ്രസിഡന്റ് TP ഷമീജ, മുൻ പ്രധാനാധ്യാപകരായ K സുനിൽകുമാർ, BP സഞ്ജീവൻ, PK മോഹനൻ, M ഉദയൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക OK ജിഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PV അബ്ദുള്ള നന്ദിയും പറഞ്ഞു. വിദ്യാലയത്തിലെ കുട്ടികൾ വരച്ച MP-യുടെ ചിത്രങ്ങൾ ഷാഫി പറമ്പിൽ ചടങ്ങിൽ ഏറ്റുവാങ്ങി. ചുമട്ടുതൊഴിലാളി യൂണിയൻ CI2 പാനൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ചൊക്ലി മൊയാരം മന്ദിരം മാമൻ വാസു നഗറിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CI2 പാനൂർ ഏരിയ സമ്മേളനം ചൊക്ലി മൊയാരം മന്ദിരം മാമൻ വാസു നഗറിൽ നടന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഇഷ്ടമുള്ളവരെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദി തൊഴിലാളികളെ വെച്ച് കഴിഞ്ഞാൽ കൂലി കുറവേ കൊടുക്കുന്നുണ്ടോ, കൂടുതൽ സമയം പണിയെടുപ്പിക്കാം, മറ്റൊരു ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യമില്ല, DA വേണ്ട, ബോണസ് വേണ്ട, അതുപോലെ തന്നെ ലവി അടക്കേണ്ട, ബോർഡിൻ്റെ വാങ്ങല്ലെങ്കിൽ ഇങ്ങനെയെല്ലാമുള്ള സൗകര്യവും. അപ്പം അങ്ങനെ കടകൾ, സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ പുതിയ തൊഴിലാളികൾ എത്തുമ്പോൾ നമ്മളും വ്യാപാരികളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി വ്യാപാരികൾ കോടതിയിൽ പോയി കോടതി ഉത്തരവ് വാങ്ങിയിട്ടാണ് പല സ്ഥലത്തും പണിയെടുക്കുന്നത്. പക്ഷേ നമ്മുടെ സംഘടിത ശേഷി കൊണ്ടാണ് പല നഗരങ്ങളിലും അവർ ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കാത്തത്. അതുപോലെ തന്നെ കോടതിയിൽ പോകുമ്പോൾ സന്നദ്ധമാകാത്ത പലയിടങ്ങളിലും നമ്മുടെ യൂണിയന്റെ കരുത്തും ശക്തിയും കൊണ്ടാണ്. ഏരിയ പ്രസിഡന്റ് KTK പ്രദീപൻ അധ്യക്ഷനായി.
സെക്രട്ടറി വൈ ചിത്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU പാനൂർ ഏരിയ സെക്രട്ടറി ഇ വിജയൻ, യൂണിയൻ ജില്ലാ ട്രഷറർ ടി രാഘവൻ, ജില്ലാ കമ്മിറ്റി അംഗം CP ഗംഗാധരൻ, VK രാഗേഷ്, RP ശ്രീധരൻ, സംഘാടന സമിതി ചെയർമാൻ PK വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. VK രാഗേഷിനെ പ്രസിഡന്റായും, VK നിഷാന്തിനെ വൈസ് പ്രസിഡന്റായും, വൈ ചിത്രനെ സെക്രട്ടറിയായും, KM സാജിദിനെ ജോയിന്റ് സെക്രട്ടറിയായും, KTK പ്രദീപിനെ ട്രഷറായുമാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. തൊഴിൽ കാർഡ് വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് കൃത്യമായ രീതിയിൽ വിതരണം നടത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. ചെസ് പരിശീലന രംഗത്ത് പാനൂർ സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലോക ചെസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം സൗഹൃദ ചെസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഒരു ലക്ഷ്യത്തിലേക്ക് കടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണോ എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾ. നമ്മളൊക്കെ കാലഘട്ടത്തിൽ ഗാരി കാസ്പറോവും കാർപ്പവും ഒക്കെയുള്ള ഒരു ചെസ് കാലഘട്ടമായിരുന്നു. ഒരിക്കൽ കാസ്പറോവ് ആണെങ്കിൽ തൊട്ടടുത്ത കാർപ്പോ ആയിരിക്കും. പിന്നീട് ഇന്ത്യയുടെ അഭിമാനമായി ലോകത്തിന്റെ ഉന്നതിയിലേക്ക് വിശ്വനാഥ് ആനന്ദ് പോയി. മുകേഷ് ഉൾപ്പെടെയുള്ള പ്രഹ്ലാദ് പോലെയുള്ള അർജുനെ പോലെയുള്ള അങ്ങനെ പുതിയ പുതിയ തലമുറകൾ കൊച്ചുമക്കളൊക്കെ ലോക ചെസ്സിന്റെ ഭൂപടത്തിൽ ഇന്ത്യക്ക് അതിൻ്റെതായ പ്രാധാന്യം അല്ലെങ്കിൽ അഭിമാനകരമായ വിജയങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിച്ച ഇളയ തലമുറയുടെ ആളുകളൊക്കെ ലോകത്തിന്റെ ഏറ്റവും വലിയ തലത്തിലേക്ക് അത്തരം ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെയുള്ള മത്സരങ്ങളിലൊക്കെ വിജയങ്ങൾ നേടാൻ കഴിയുന്നു എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ മക്കളൊക്കെ നാളെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ചെസ്സിന്റെ ലോകത്ത്, ബുദ്ധിയുടെ ലോകത്ത് പുതിയ തലങ്ങളിലേക്ക്, പുതിയ മേൽവിലാസങ്ങളൊക്കെ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഏറ്റവും കഴിവുള്ള മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാളെയുടെ പ്രധാനമാറും അർജുനും മുകേഷും ഒക്കെ ഗാരി കാസ്പറോവും വിശ്വനാഥ് ആനന്ദനെ പോലെയുള്ള തലങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ആഘോഷത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. ചെസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് K. സനിൽ, ചെസ് കോച്ച് K. സുജീഷ്, VM കരുണാകരൻ എന്നിവർ നേതൃത്വം നൽകി. E. സുരേഷ് ബാബു അധ്യക്ഷനായി. VK മോഹൻദാസ്, K. മുകുന്ദൻ, PP ജയപ്രകാശ്, K. നിയാസ്, OT അബ്ദുള്ള, KM റയീസ് എന്നിവർ സംസാരിച്ചു. ചെസ് പരിശീലന രംഗത്ത് സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനം പാനൂർ മേഖലയിൽ ശ്രദ്ധേയമാവുകയാണ്. മേക്കുന്ന് VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ VP സത്യൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഷാഫി പറമ്പിൽ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന VP സത്യനെ ജന്മനാട്ടിൽ അനുസ്മരിച്ചു. 19ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് മേക്കുന്ന് VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ട്രസ്റ്റ് ഹാളിൽ ഷാഫി പറമ്പിൽ MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾക്ക് അവരുടെ സ്ഥലങ്ങളാണ് മേൽവിലാസങ്ങൾ. എന്നാൽ കേരളവും ഇന്ത്യയും മേൽവിലാസമായുള്ള കായിക താരമായിരുന്നു മേക്കുന്നിന്റെ അഭിമാനമായ ക്യാപ്റ്റൻ VP സത്യനെന്ന് ഷാഫി പറമ്പിൽ MP അനുസ്മരിച്ചു. സോഷ്യൽ മീഡിയകളൊന്നും സജീവമല്ലാത്ത കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ കുടിയേറാൻ VP സത്യന് സാധിച്ചതിൽ നിന്നും അദ്ദേഹത്തിന്റെ കളി മികവ് പ്രകടമാണെന്നും ഷാഫി പറമ്പിൽ അനുസ്മരിച്ചു. രമ്യ പഞ്ചായത്ത് പ്രസിഡന്റ്, കുറ്റിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഈ സ്ഥലം ടീച്ചർക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു മേൽവിലാസമാണ്. തലശ്ശേരിയുടെ MLA എന്ന് നമ്മുടെ MLA പറ്റി പറയുമ്പോൾ MLAക്ക് തലശ്ശേരി ഒരു മേൽവിലാസമാണ്. വടകരയുടെ MLA എന്ന് പിന്നെ KK രമയെ പറ്റി പറയുമ്പോൾ വടകര അവർക്കൊരു മേൽവിലാസമാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. പക്ഷെ നാടിന് ആരാ മേൽവിലാസം?
നാടിനാരും മേൽവിലാസം, ജനപ്രതിനിധികൾക്ക് സ്ഥലം ഒരു മേൽവിലാസമാണെങ്കിൽ നാടിന്റെ മേൽവിലാസം ആരാ, മേൽക്കുന്നിന്റെ മേൽവിലാസം ആരാന്ന് ചോദിച്ചാൽ പറയാൻ VP സത്യൻ മേൽക്കുന്നിന്റെ മേൽവിലാസമാണെന്ന് പറയാം, കേരളത്തിന്റെ മേൽവിലാസമാണെന്ന് പറയാം, ഇന്ത്യയുടെ മേൽവിലാസമാണെന്ന് പറയാം. ഒരു നാടിന്റെ മേൽവിലാസമായി മാറിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. വളരെ അപ്രതീക്ഷിതമായ അദ്ദേഹം ജീവിതത്തിന്റെ ജേഴ്സി അയച്ചു വെച്ചിട്ട് തീർച്ചയായിട്ടും അത് വലിയ ഷോക്കായിരുന്നു. ഒരു കാലത്ത് ഷോക്കായിരുന്നു പറയുന്നതിന്റെ ഒരു റീസൺ, ഒരു കാലത്ത് ഫുട്ബോള് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അതിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനങ്ങളോ പ്രശസ്തിയോ അവസരങ്ങളോ ആയിരുന്നില്ല, അതിനോടുള്ള അടങ്ങാത്ത ആവേശമായിരുന്നു അവരെ നയിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ എക്സ്പോഷർ ഉണ്ടാവില്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, പേരും ഉണ്ടാവില്ല. ചിലർ ആരാധിക്കപ്പെടാതിരുന്ന ആളുകളല്ല ഞാൻ നേരത്തെ പരിമിതികൾക്കപ്പുറത്തേക്ക്. അപ്പൊ നമ്മുടെ പാരമ്പര്യ കലകളെ ചിലർ മുറുകെ പിടിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പുതിയ കലാരൂപങ്ങൾ നൽകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നടന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെ തന്നെ കൊണ്ടു നടന്നിരുന്ന ആളുകളാണ് ഈ കായിക മേഖലയിൽ കേരളത്തിൽ. എനിക്ക് തോന്നുന്നു CK രവിശങ്കർ ചടങ്ങിൽ അധ്യക്ഷനായി. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ മുഖ്യാതിഥിയായി. M ഭരദ്ദാസ്, പ്രൊഫസർ MK സാഹിർ എന്നിവർ സംസാരിച്ചു. VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ സ്വാഗതവും RB രാജീവ് കുമാർ നന്ദിയും പറഞ്ഞു. പിണറായി കളരിയിൽ ചമ്പാട് K വത്സൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ കളരി പരിശീലനത്തിന് തുടക്കമായി. കൂത്തുപറമ്പ് ACP KV പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി കളരിയിൽ ചമ്പാട് K വത്സൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ കളരി പരിശീലനത്തിന് തുടക്കമായി. കൂത്തുപറമ്പ് ACP KV പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു. കളരി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഞാൻ തൊട്ടടുത്ത പ്രദേശത്തുകാരനാണ്, കീഴത്തൂരുകാരനാണ്. അപ്പോൾ അവിടെ ഇപ്പം പന്തക്കപ്പറ കുറച്ച് വർഷങ്ങളായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് കളരി, ഓരോ ഗ്രാമത്തിലും കളരി ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ അതുപോലെ തന്നെ ഒരു കളരി, ഇതുപോലെയുള്ള കളരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാവിലെ നമ്മൾക്ക് ചെറുപ്പം മുതൽ കണ്ടുവരുന്നത് അത് രാവിലെ എഴുന്നേറ്റ് കുട്ടികളും പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ കളരികളിലേക്ക് പോകും. അത് കഴിഞ്ഞ് നെയ്യൊക്കെ എടുത്ത് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ പോയി കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജീവിത രീതിയുടെ ഒരു തുടക്കമായിരുന്നു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ അധ്യക്ഷനായി. കക്കോത്ത് രാജൻ, ഡോക്ടർ UP ബിനോയ്, PK രാജേന്ദ്രബാബു, K അനിൽ പ്രസാദ്, K സുരേഷ് എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കക്കറ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും ആദ്യകാല കച്ചവടക്കാരെ ആദരിക്കലും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കക്കറ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും ആദ്യകാല കച്ചവടക്കാരെ ആദരിക്കലും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് ചടങ്ങൊരുക്കിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. പല പ്രദേശങ്ങളിലായി ചിന്നിച്ചെറി ഒറ്റപ്പെട്ട വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ കോർത്തിണക്കിക്കൊണ്ടാണ് അന്ന് ഏകോപന സമിതിക്ക് ഒരു യൂണിറ്റ് രൂപീകരിച്ചത്. ഏകോപന സമിതിയുടെ പ്രവർത്തകനാണ്, ഏകോപന സമിതിയുടെ മെമ്പറാണ്, ഏകോപന സമിതിയുടെ ഭാരവാഹിയാണ് എന്ന് പറയാൻ അന്നിവിടെ പലർക്കും ഭയമായി. എന്നാൽ ആ ഭയമെല്ലാം മാറി ഇന്ന് 100-ലധികം ചെറുകിട വ്യാപാരികൾ ഈ സംഘടനയുടെ കൊടിക്കീഴിൽ അണിനിരന്നിരിക്കുകയാണ്. ഈ യൂണിറ്റിലെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന
എല്ലാവിധ വിഷയങ്ങളിലും അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഒരു സംഘടനയുണ്ട് എന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ഹരീന്ദ്രൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ആദ്യകാല കച്ചവടക്കാരെ ജില്ലാ ജനറൽ സെക്രട്ടറി പുരത്തിൽ ബാഷിദ് ആദരിച്ചു. ലെൻസ്ഫെഡ് നടത്തിയ ഷോർട്ട് ഫിലിമിൽ ജേതാവായ യൂണിറ്റ് അംഗം വിജേഷ് വെണ്ണിലെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് CC വർഗീസ് ഉപഹാര സമർപ്പണം നടത്തി. ബിൽകോട്ട് പോലെയുള്ള മീഷോ പോലെയുള്ള വലിയ വലിയ കുത്തക കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമ്പ്രദായം വരുമ്പോൾ ഈ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങൾ എന്നേക്കുമായി പൂട്ടുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത്. ഇന്ന് കച്ചവടം ചെയ്യുന്നവൻ അടുത്ത വർഷം അവന്റെ അവശതകൾ നമ്മളെല്ലാം തുറന്നു വയ്ക്കും. കാലത്ത് 6 മണി മുതൽ രാത്രി 12 മണി വരെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ, യാതൊരു പ്രതിഫലം അധികമില്ലാതെ ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ. ആ വ്യാപാരി സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒട്ടനവധി പ്രയാസങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് തൊഴിൽ നികുതി വർധനവ്, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ലൈസൻസിന്റെ വർധനവ്, ഇങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപാരികളുടെ പ്രശ്നം പരിഹരിക്കാൻ നിരന്തരമായി നമ്മുടെ സംഘടനാ നേതാക്കൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയും അതിന്റെ പ്രതിനിധികളെയും കണ്ടുകൊണ്ട് അനുദിനം ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ശാശ്വത പരിഹാരം കണ്ടുവരികയാണ്. യൂണിറ്റ് സെക്രട്ടറി ഉല്ലാസ് പഞ്ഞം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CK ഷജിന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ CK രാജൻ, A സുധാകരൻ, കൂത്തുപറമ്പ് മേഖല ജനറൽ സെക്രട്ടറി K രാഘവൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് OC സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുന്നോൽ തണൽ ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ അവാർഡ് പരിപാടി ആസ്പിയർ 2025 സംഘടിപ്പിച്ചു. എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ മലയാളി വനിത സഫ്രീന ലത്തീഫ് മുഖ്യാതിഥിയായി. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയവർക്കും LSS USS നേടിയ വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. മുഖ്യാതിഥിയായ എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ മലയാളി വനിത സഫ്രീന ലത്തീഫ് ചടങ്ങിൽ ഇവർക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. മോശമായ രീതിയിലല്ല പറയുന്നത്. നമ്മളെ സ്വപ്നത്തിൻ്റെ വാല്യൂ നമുക്കേ അറിയുള്ളൂ. അത് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് നമുക്കേ അറിയുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഓക്കെ ആക്കിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. എല്ലാ ഭാഗത്തുനിന്നും സമ്മതമൊക്കെ കിട്ടി എല്ലാവരും ബോധിപ്പിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. നമ്മുടെ നാട്ടിൽ ഉള്ളൊരു പ്രശ്നമാണ്, ഒരുപാട് സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ മാറ്റിവെക്കും. ആൾക്കാരെന്ത് പറയും, കുട്ടികൾ വലുതാവല്ലേ, 10th പഠിക്കുന്നതല്ലേ, ഇപ്പം പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മാറ്റിവെച്ച് ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതൊന്നും ചെയ്യാണ്ടായിപ്പോയി. എനിക്കിപ്പം 38 വയസ്സ്, എനിക്ക് 15 വയസ്സുള്ള മോളുണ്ട്. അപ്പോൾ അവരൊക്കെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ അവളെ നോക്കാൻ എൻ്റെ ഉമ്മയപ്പയും വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാം നോക്കും, അവർ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ, അതായത് ഒരു സ്വപ്നം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് ഭയങ്കര വലുതായിക്കോട്ടെ, അത് ഇമ്പോസിബിൾ അല്ല. അപ്പം ഞാൻ എവറസ്റ്റ് കയറണം എന്ന് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യം. പക്ഷെ എനിക്കത് ഇമ്പോസിബിളായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടം വരെ എത്താനുള്ള ആ ഒരു മനോധൈര്യം ഉണ്ടായിരുന്നു.
തണൽ ചെയർമാൻ PM അബ്ദുൽ നാസർ അധ്യക്ഷനായി. വളരെ ശ്രമകരമായ ഒരു ദൗത്യം തണൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുക, അതോടൊപ്പം പഠനത്തിൽ എന്തെങ്കിലും കാരണവശാൽ സപ്പോർട്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അത് സാമ്പത്തികമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയ വിദ്യാർത്ഥികൾക്ക് സാധ്യമാവുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് എത്രത്തോളമാണോ ഉയർന്നു പോവാൻ കഴിയുക ആ ഉയരങ്ങളിലേക്കൊക്കെ അവരെ കൈപിടിച്ച് കൊണ്ടുപോകുവാനും അവരെ ചേർത്ത് നിർത്തുവാനും വളരെ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ് തണൽ ഫൗണ്ടേഷൻ. തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, തണൽ വനിതാ വിഭാഗം പ്രതിനിധി K മഫീദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മറ്റ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം PM അബ്ദുൽ നാസർ, PV ഹംസ, EK യൂസഫ്, CP അഷ്റഫ്, KP മുഹമ്മദ് റിയാസ്, മഫീദ ടീച്ചർ, MB ജസ്ലിന എന്നിവർ വിതരണം ചെയ്തു. സജിന നാസർ, പാർവണ മനോജ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തണൽ സെക്രട്ടറി CP അഷ്റഫ് സ്വാഗതവും വൈസ് ചെയർമാൻ M ആബൂട്ടി ഹാജി നന്ദിയും പറഞ്ഞു. തലശ്ശേരി വടക്കുംപാട് ആർഷ പോഷണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സൗഹൃദ തുണിസഞ്ചികൾ വിതരണം ചെയ്തു. വായനശാല ഹാളിൽ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NV രമേശ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി വടക്കുംപാട് ആർഷപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ തുണിസഞ്ചികൾ വിതരണം ചെയ്തു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NV രമേശ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒഴിവാക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തുണിസഞ്ചിയുടെ പ്രാധാന്യം. അത് എന്തുകൊണ്ട് ലൈബ്രറി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ തുണിസഞ്ചിയുടെ വ്യാപനം ഏകദേശം 273 ലൈബ്രറികളാണ് തലശ്ശേരി താലൂക്കിലുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് നിർബന്ധപൂർവമായ ഒരു പദ്ധതിയായിട്ടല്ല താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആലോചിച്ചത്. അവർ താലൂക്ക് കൗൺസിൽ പറഞ്ഞത് 10,000 തുണിസഞ്ചികൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ്. ഈ തലശ്ശേരി താലൂക്കിൽ 10,000 തുണിസഞ്ചികൾ എന്ന് വെച്ചാൽ ഒരു 100 ലൈബ്രറികളിലും നമ്മുടെ ഈ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന മാറ്റം. P സുരേഷ് മാസ്റ്റർ അധ്യക്ഷനായി. M സുരേഷ് ബാബു, M സുനിൽ മാസ്റ്റർ, അശോകൻ കൊടുവള്ളി, LG ബിജു, MK യതീന്ദ്രൻ, M സത്യൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ബാലസംഘം വടക്കുംപാട് വില്ലേജ് കമ്മിറ്റി ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് പാർട്ടി വിത്ത് മൂൺ എന്ന പേരിൽ ചാന്ദ്രദിന ശാസ്ത്ര ക്ലാസ് സംഘടിപ്പിച്ചു. മടത്തുംഭാഗം LP സ്കൂളിലാണ് ക്ലാസ് നടന്നത്. ബാലസംഘം വടക്കുംപാട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി വിത്ത് മൂൺ എന്ന പേരിൽ ചാന്ദ്രദിന ശാസ്ത്ര ക്ലാസ് സംഘടിപ്പിച്ചു. മടത്തുംഭാഗം LP സ്കൂളിൽ തലശ്ശേരി നോർത്ത് മുൻ VPC ജലചന്ദ്രൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ബാപ്പുവിന്റെ പേരുള്ള മാനനക്ഷത്രത്തിന്റെ പേര് അത് എഴുതി വെച്ചോ, മറന്നുകൊണ്ട്. ബാപ്പു ബോക്ക്, ബാപ്പു ബോക്ക്, ബാപ്പു ബോക്ക് ബോക്ക് ബോക്ക്, ന്യൂ കിർത്ത്, ന്യൂ കിർത്ത് കി ബാപ്പു. വൈനു ബാപ്പു എന്ന് പറയുന്നത് മലയാളിയായ ആണവ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഈ ഒരു പ്രത്യേക വാൽനക്ഷത്രത്തെ കണ്ടെത്തിയത്. അപ്പോൾ ആ വാൽനക്ഷത്രത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കും. M അശ്വതി അധ്യക്ഷയായി. PK ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ചാന്ദ്രദിന ശാസ്ത്ര ക്ലാസ് നടന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കാളികളായി. പിണറായി പഞ്ചായത്ത് SSLC +2 പരീക്ഷയിൽ വിജയികളായ കേരള സിലബസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. പിണറായി പഞ്ചായത്തിൽ SSLC +2 പരീക്ഷയിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത ഉദ്ഘാടനം ചെയ്തു. നന്ദിത ഷാജി, ഫാത്തിമ സലാം, അർജുൻ.
നമ്മുടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഉന്നത പഠനത്തിനാണ് നിങ്ങൾ പോകുന്നത്. ആ ഉന്നത പഠനത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പഠന രീതി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കാണ് ഉന്നത പഠനത്തിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ, നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം എടുത്ത് പഠിച്ചുകൊണ്ട് ഏറ്റവും നന്നായി ജീവിതത്തിലും ഈ പറഞ്ഞതുപോലെ ജീവിത വിജയം നേടാനുള്ള യജ്ഞത്തിലും നിങ്ങൾ A+കാരായി മാറട്ടെ എന്നുമാണ് ഞാനിവിടെ ആശംസിക്കുന്നത്. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി നിസാർ അഹമ്മദ്, വൈസ് പ്രസിഡന്റ് നെല്ലിക്ക അനിത, പി പ്രമീള, MK ശശിധരൻ എന്നിവർ സംസാരിച്ചു. അപകടകാരിയായ വൈദ്യുതിയെ രസകരമായ അറിവിലൂടെ പെരുമാറാൻ പഠിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് പുത്തൻ അനുഭവമായി. കൊളവല്ലൂർ LP സ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിശീലന കളരിയാണ് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായത്. നിത്യജീവിതത്തിലെ ആധുനിക സാങ്കേതിക വിദ്യാ ഉപകരണങ്ങളിലൂടെ ഉപയോഗത്തിലൂടെ പുതിയ തലമുറയുടെ തൊഴിൽ നൈപുണ്യ വളർച്ചയ്ക്കും ഒപ്പം വൈദ്യുതി കാരണമുള്ള അപകടങ്ങൾക്കെതിരെയുള്ള ശില്പശാലയുമാണ് കൊളവല്ലൂർ LP സ്കൂളിൽ നടത്തിയത്. ആധുനിക ലോകം ഇനി റോബോട്ടുകളുടെയും AI-യുടെയും കൈകളിലായതിനാൽ കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി ടെക്നിക്കൽ ലോകത്തേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ പരിശീലന കളരിയിലൂടെ സാധിച്ചു. അക്ഷയ് മോഹൻ, CV വരുൺ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. തുടർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ കമ്മിറ്റി അംഗം പുരുഷോത്തമൻ കോമത്ത് ബഹിരാകാശ കണ്ടെത്തലുകളും ചർച്ചകളും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. PTA വൈസ് പ്രസിഡന്റ് K സതീശൻ ഉദ്ഘാടനം ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ അധ്യാപകരോട് എത്തിയിട്ടുള്ളത്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവത്തിൽ ഇന്നത്തെ കുട്ടികൾ, ചെറിയ പറന്ന് വീണ കുട്ടികൾ പോലും ഈ കാലഘട്ടത്തിന്റെ ടെക്നോളജി അറിയാൻ വേണ്ടിയിട്ട് ജന്മനാ തയ്യാറെടുത്ത് വന്നതുപോലെ ചെറിയ കുട്ടികൾ ഒരു മൊബൈൽ ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് പഠിക്കാൻ പഠിക്കുന്നില്ല. കിട്ടുന്ന ആളുകളാണ് പോലും ചെറിയ കുട്ടികളോട് ചോദിക്കുക, ഇതെങ്ങനെയാ ചെയ്യുക, ഇതെങ്ങനെയാണ് പറയില്ല, നിങ്ങളോട് പറയില്ല, അമ്മമാര് പറയില്ല. അപ്പം അമ്മമാരെ കഴിഞ്ഞ മുതിർന്നവരെക്കാളും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവുമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ എന്തിന് നമ്മുടെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നിർബന്ധം കൊടുക്കുന്നില്ല എവിടെയോ അല്ലേ? പ്രധാനാധ്യാപകൻ V ലിജിലാൽ അധ്യക്ഷത വഹിച്ചു. AK സജ്ന, TK ജിതിൻ, PC ഉബൈദ് റഹ്മാൻ, TP പൃഥ്വിരാജ്, CP ജിഗിഷ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സുദേഷ്കർ ഷേണായി പ്രസിഡന്റായും അനിത ഷേണായി സെക്രട്ടറിയായും ചുമതലയേറ്റു. തലശ്ശേരി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി സുദേഷ്കർ ഷേണായി, സെക്രട്ടറിയായി അനിത ഷേണായി, ട്രഷററായി K ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ് സ്ഥാനമേറ്റത്. ടോണി ഏനൂക്കാരൻ മുഖ്യാതിഥിയായി. നിങ്ങളെ ആരൊക്കെ ഓർക്കും, അവരുടെ മനസ്സിൽ പതിപ്പിക്കാൻ നിങ്ങൾ എന്തൊക്കെ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ലഭിച്ച സമ്പത്തോ, ഞാൻ ആദ്യം പറഞ്ഞ ആരോഗ്യമോ സമയമോ എല്ലാം നമ്മളുടേതാണ് എന്ന അഹങ്കാരം മാറ്റിവെച്ച് ഈശ്വരനോ അല്ലാഹുവോ ക്രിസ്തുവോ ആരൊക്കെയോ നമുക്ക് ദാനമായി തന്നതാണെന്നും അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ ലയൺ. അതിനേക്കാളുപരി യഥാർത്ഥ മനുഷ്യൻ. തലശ്ശേരി ലയൺസ് ക്ലബിലെ എല്ലാ മെമ്പർമാരും ഇതുപോലെ പ്രവർത്തിക്കുന്ന ലയണാണെന്നും അതുപോലെ തന്നെ യഥാർത്ഥ മനുഷ്യ സ്നേഹികളായ മനുഷ്യരാണെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. TK രജീഷ്, AJ മാത്യു, സജീവ് മാണിയത്ത്, പവിത്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഗിരീഷ് തൊറായി സ്വാഗതവും അനിത ഷേണായി നന്ദിയും പറഞ്ഞു. കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള കർക്കിടക മരുന്ന് നിർമ്മാണത്തിലും പുസ്തക വായനയെ ചേർത്തുവെച്ച് പിണറായി വെസ്റ്റിലെ C മാധവൻ സ്മാരക വായനശാല.
കഴിഞ്ഞ ദിവസം വായനശാലയുടെ മുറ്റത്ത് വനിതാവേദി സംഘടിപ്പിച്ച കർക്കിടക മരുന്ന് നിർമ്മാണവും പുസ്തക ചർച്ചയും വേറിട്ട വായന അനുഭവമായി മാറി. വായനശാലയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് കർക്കിടക മരുന്ന് നിർമ്മാണം നടത്തിയത്. മരുന്ന് നിർമ്മിക്കുന്ന വായനശാലയുടെ മുറ്റത്തു തന്നെയാണ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സംഘടിപ്പിച്ചത്. ശ്രദ്ധ രഞ്ജിത്ത് പുസ്തകാസ്വാദനം നടത്തി. ദീപികയുടെ വാർഷിക പതിപ്പിലാണ് ആദ്യമായിട്ട് ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം എന്ന നോവല് അച്ചടിച്ചു വരുന്നത്. ഏറെ പ്രതീക്ഷകളോടെ മലയാളി വായിച്ചു തീർത്ത ഒരു പുസ്തകം തന്നെയായിരുന്നു അത്. മറ്റു പുസ്തകങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ വേഗത്തില് കൂടുതൽ കോപ്പികള്. യുവ എഴുത്തുകാരൻ ഷിജിത് എടക്കടവിന്റെ കവിതകൾ അടങ്ങിയ പുസ്തകം ചടങ്ങിൽ വായനശാലയ്ക്ക് കൈമാറി. വാർഡംഗം കെ വിമല പുസ്തകം ഏറ്റുവാങ്ങി. വനിതാവേദി പ്രസിഡന്റ് സിന്ധു സുന്ദർ അധ്യക്ഷയായി. ഷൈന സനൽ, ധന്യ ഷാനവാസ്, അഡ്വക്കേറ്റ് വി പ്രദീപൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം കർക്കിടക കഞ്ഞിയും നൽകി. സോമൻ മാഹി രചിച്ച മയ്യഴി ബസലിക്ക അമ്മേ കാവൽ വിളക്കേ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ടി മോഹൻകുമാർ പ്രകാശനം ചെയ്തു. സോമൻ മാഹി രചിച്ച മയ്യഴി ബസലിക്ക അമ്മേ കാവൽ വിളക്കേ എന്ന കവിതാ സമാഹാരം മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ പ്രകാശനം ചെയ്തു. മാഹി ബസലിക്ക റക്ടൻ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. So we should see one thing that this book comes in the almost 300th year where that our basilica has been upgraded last year as basilica. Earlier it was a church and now it's to basilica. So in this year it is coming. This book is coming out. It's a joyous moment. I cannot read Malayalam, so I didn't have the opportunity to read his books, but I have very actively listened to the previous speaker. He had beautifully said about the most important social problem which has been highlighted. It's our second book. If people are not interested, they will not come. So that shows his quality of work, what he is doing, and I appreciate you for that one. I wish one day you will reach to the national level. Maybe like you will also get. I wish you will get highest award in this country for the literature. If you say literature, I am also a literature of like a student of literature by passion, not by studies itself. So all the poems nowadays written goes back to Walt Whitman, 1900s. Walt Whitman. He has modernized how that poems are written now. Any person in across world, the first attraction is a poem. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ നൽകുന്ന ഒരു ഷോക്ക് തന്നെയാണ് ഇതിന്റെ അകത്തെ ഓരോ വരികളും എന്ന് പറയുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അധികം വെളിച്ചത്തിൻ്റെതായിരുന്നെങ്കിൽ നമ്മുടെ ബുദ്ധികളിലേക്ക് ചെരിയുന്ന ഒരു വെളിച്ചം നൽകുന്ന, നമ്മുടെ ചിന്തകൾക്ക് ഒരു വെളിച്ചം നൽകുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കറിയാം ഈ നാടിന്റെ എവിടെയെല്ലാം അന്ധകാരത്തിൻ്റെതായതുണ്ടായിരുന്നു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശം നൽകിയെങ്കിൽ തന്നെ അതുപോലെ തന്നെ എവിടെയൊക്കെ തിന്മയുടെ അന്ധകാരങ്ങളുണ്ടോ അവിടേക്ക് നന്മയുടെ ജീവിതം ഉണ്ടാകണമെന്ന് തന്റെ തൂലികയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഈ പുസ്തകത്തിൽ പറഞ്ഞു തരികയാണ്. അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ അധ്യക്ഷനായി. അടിയേരി ഗംഗാധരൻ പുസ്തക പരിചയം നടത്തി. ചാലക്കര പുരുഷു അഡ്വക്കേറ്റ് എം ഡി തോമസ്, എം എ കൃഷ്ണൻ, അസീസ് ചുക്ലി, കെ വി ആർ പാനൂർ, മഹിജ തോട്ടത്തിൽ, കെ കെ രാജീവ് എന്നിവർ സംസാരിച്ചു. കവിതാലാപനവുമുണ്ടായി. രതി രവീന്ദ്രൻ സ്വാഗതവും എം സി ജീവാനന്ദൻ നന്ദിയും പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗിൽ മാതൃകയുമായി തലശ്ശേരി വാർഡ് കൗൺസിലർ എൻ രേഷ്മ. 2025-26 വർഷത്തെ കിടപ്പ് രോഗികൾക്കും ശാരീരിക അവശത വൈകല്യം അനുഭവിക്കുന്നവർക്കും അക്ഷയ മുഖാന്തിരം വീടുകളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്ന സൗകര്യം വിപുലമായി ഏർപ്പെടുത്തിയാണ് മാതൃക കാട്ടിയത്. സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഭാഗമായുള്ള മസ്റ്ററിംഗ് കിടപ്പ് രോഗികൾക്കും ശാരീരിക അവശത അനുഭവിക്കുന്നവർക്കും വീടുകളിൽ നേരിട്ടെത്തി നടത്തുന്നതിനുള്ള സൗകര്യമാണ് വാർഡ് കൗൺസിലർ ഏർപ്പെടുത്തിയത്. വാർഡ് കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷയുമായ എൻ രേഷ്മയാണ്
ഈ മാതൃക ഒരുക്കിയത്. വാർഡ് കൗൺസിലർക്ക് പുറമെ അക്ഷയ കേന്ദ്രം ടെക്നീഷ്യൻ ജിഷ്ണു കതിരൂർ, എം പ്രേമാനന്ദ് എന്നിവരും പങ്കെടുത്തു. പൊന്നം ജോളി ലൈബ്രറി വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ഏറ്റവും നല്ല പുസ്തക വായനക്കാരനും വായനക്കാരിക്കും അക്ഷരജ്വാല പുരസ്കാരം സമ്മാനിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ പുരസ്കാരം വിതരണം നടത്തി. ഏറ്റവും നല്ല പുസ്തക വായനക്കാരിക്കും വായനക്കാരനുമുള്ള ജോളി ലൈബ്രറിയുടെ അക്ഷരജ്വാല പുരസ്കാരം പ്രസന്നകുമാരി, സുവിന്ദ് PK എന്നിവർ ഏറ്റുവാങ്ങി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ പുരസ്കാരം സമ്മാനിച്ചു. ബ്രാഹ്മണർക്കും ക്ഷത്രിയർ പോലുള്ള ഉയർന്ന ജാതിക്കാർക്കും മാത്രമാണ്. അതുകൊണ്ടാണ് വേദത്തെക്കുറിച്ച് വേദമെല്ലാം വേദവാക്യം പോലെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അത്രയും വിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്, തർക്കമില്ല. പക്ഷെ അതിലൊന്ന് പറയുന്നു, അവിടെ എന്താ പറയുന്നത്, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരൻ, നമ്മൾ ഇന്നത്തെ താഴ്ന്ന ജാതിക്കാരൻ, SSC ST എന്നൊക്കെ പറഞ്ഞു. ശൂദ്രൻ അറിയാതെ അക്ഷരം ഉച്ചരിച്ചു പോയാൽ ആ അക്ഷരം ഉച്ചരിക്കുന്ന ആ നാവുണ്ടല്ലോ, ആ നാവ് മുറിച്ചു കളയുന്നത് എത്ര ക്രൂരമായ ശിക്ഷയാണ്. വായനയുടെ ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണവും നടന്നു. ലൈബ്രറി പ്രവർത്തന പരിധിയിലെ അനഘ എഴുതിയ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം ഡ്രീം ലാൻഡ് അനഘയുടെ ബന്ധു പ്രിയ ലൈബ്രറി പ്രസിഡന്റ് രതീഷിന് കൈമാറി. ബഷീർ ദിനത്തിൽ ജോളി ലൈബ്രറി സംഘടിപ്പിച്ച ബഷീർ ക്യൂസ് വിജയികളെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സനീഷ് പാറാൽ അനുമോദിച്ചു. ലൈബ്രറി വായനശാലയിലെ പത്രമാസികകൾ എന്നും വായിക്കുന്ന 70 വയസ്സിന് മുകളിലുള്ള പത്രവായനക്കാരായ വയോജനങ്ങളെ ജോളി ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം സുജയ അനുമോദിച്ചു. MP രതീശൻ അധ്യക്ഷനായി. ഭാസ്കരൻ കുരാർത്ത് സ്വാഗതവും ജയപ്രകാശ് MP നന്ദിയും പറഞ്ഞു. തുടർന്ന് വായനാ മത്സരവും നടത്തി. പുനത്തിൽ പ്രമോദ് വായനാ മത്സരം നിയന്ത്രിച്ചു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം അഖില കേരള വായനാ മത്സരം സംഘടിപ്പിച്ചു. നിരവധി പേർ മത്സരത്തിൽ മാറ്റുരച്ചു. കോടിയേരി ദേശീയ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള വായനാ മത്സരം വാർഡ് കൗൺസിലർ P മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഷാജി മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി KP അരുൺകുമാർ, K അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫാൻസി ലൈറ്റുകളുടെ വിപുലമായ ശേഖരവുമായി പാറാട്ട് സൗഭാഗ്യ ലൈറ്റ്സ് പ്രവർത്തനം തുടങ്ങി. പഴയ KCB ഓഫീസിന് സമീപത്താണ് സൗഭാഗ്യ ലൈറ്റ്സ് പ്രവർത്തനം തുടങ്ങിയത്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാറാടിന് പുതുവെളിച്ചവുമായി സൗഭാഗ്യ ഇലക്ട്രിക്കൽസിന്റെ മറ്റൊരു സംരംഭം പാറാട് പ്രവർത്തനം ആരംഭിച്ചു. ഫാൻസി ലൈറ്റുകളുടെ വിപുലമായ ശേഖരവുമായാണ് സൗഭാഗ്യ പാറാട് കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. OP സാവിത്രി, ജാനു പാറക്കണ്ടി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു.
ആദ്യ വിൽപ്പന അഷ്റഫ് വടക്കയിൽ ഏറ്റുവാങ്ങി. വാർഡ് അംഗം അഷ്കർ പാറാട് മുഖ്യാതിഥിയായി. സൗഭാഗ്യ ട്രേഡ് ലിങ്ക് പാറാട്, സൗഭാഗ്യ ലൈറ്റ്സ് പാനൂർ, സൗഭാഗ്യ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് പാനൂർ എന്നിവ സഹോദര സംരംഭങ്ങളാണ്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. തലശ്ശേരി PK ഐ കെയർ കണ്ണാശുപത്രിയുടെ രണ്ടാമത്തെ സംരംഭം PK മലബാർ ഐ കെയർ പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം പൂക്കോം റോഡിൽ മലബാർ ടവറിലാണ് PK മലബാർ ഐ കെയർ പ്രവർത്തനം തുടങ്ങിയത്. നേത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനായി 3 ഡോക്ടർമാരുടെ സേവനവും നേത്ര സംബന്ധമായ സ്കാനിംഗ് നടത്തുവാനുള്ള സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ NP മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ ആലിസ് മാത്യു, അനശ്വര എന്നിവരാണ് നേത്ര പരിശോധന നടത്തുന്നത്. പ്രമേഹ സംബന്ധമായ ഡയബറ്റിക് റെറ്റിനോപ്പതി ചികിത്സയ്ക്കാവശ്യമായ മെഡിക്കൽ റെറ്റിന വിഭാഗം ഡോക്ടർ ആലിസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. വിശാലമായ ഒപ്റ്റിക്കൽ സൗകര്യം, കുട്ടികളുടെ നേത്ര രോഗങ്ങൾക്കായി പ്രത്യേക വിഭാഗം, ഫാർമസി, കോണ്ടാക്ട് ലെൻസ് ക്ലിനിക്ക്, ആധുനിക സ്കാനിംഗ് രീതിയായ OCT, ഗ്ലോക്കോമ നിർണ്ണയിക്കുന്നതിനാവശ്യമായ HFA, തിമിരം നിർണ്ണയത്തിനാവശ്യമായ A-സ്കാൻ, കണ്ണിന്റെ ഉൾഭാഗം കാണുന്നതിനുള്ള ഫണ്ടസ് ഫോട്ടോ തുടങ്ങിയ പരിശോധനകൾ PK മലബാറിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒപ്റ്റിക്കൽസ് ഉദ്ഘാടനം PK അബൂബക്കർ ഹാജിയും, PK ഐ കെയർ ഉദ്ഘാടനം PK അഹമ്മദ് ഹാജിയും, ഫാർമസി ഉദ്ഘാടനം ഡോക്ടർ സിമി മനോജ് കുമാറും നിർവഹിച്ചു. കണ്ണട വിതരണ ഉദ്ഘാടനം പാനൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി നിർവഹിച്ചു. PK അഹമ്മദ് ഹാജി ഏറ്റുവാങ്ങി. ഡോക്ടർ മുഹമ്മദിനെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് KLP യൂസഫ് ആദരിച്ചു. PK പ്രിവിലേജ് കാർഡ് ഉദ്ഘാടനം T കുഞ്ഞമ്മദ് മാസ്റ്റർ നിർവഹിച്ചു. അമീർ കാരാച്ചിൻ്റെ വിട ഏറ്റുവാങ്ങി. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജസീന, ടിൽസ് ആന്റണി എന്നിവർ സംസാരിച്ചു. PK പ്രിവിലേജ് കാർഡിനെക്കുറിച്ച് ജനറൽ മാനേജർ ദീപക് മേനോൻ വിശദീകരിച്ചു. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നേത്ര ചികിത്സ പാനൂരിൽ തന്നെ ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു ഐ കെയർ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള നല്ല ഉദ്ദേശം. സമ്പൂർണ്ണമായിട്ടുള്ള നേത്ര ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് നേത്ര സംബന്ധമായ എല്ലാ സ്കാനിങ്ങുകളും, മറ്റ് കുട്ടികളുടെ നേത്ര വിഭാഗം, അതുപോലെ പ്രമേഹം മൂലമുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി റിലേറ്റഡായിട്ടുള്ള ചികിത്സകൾ, നേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കാനിങ് ഫെസിലിറ്റികളും അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. 3 ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത്. ശ്രീ NP മുഹമ്മദ് സാറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ആലിസ് മാത്യു, ഡോക്ടർ അനശ്വര, ഈ 3 പേരാണ് ഇവിടെ രാവിലെ 9 മണി മുതൽ 6 മണി വരെ ഉണ്ടായിരിക്കുക. ഞാൻ നേരത്തെ ലോഞ്ച് ചെയ്ത പ്രിവിലേജ് കാർഡിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. പ്രിവിലേജ് കാർഡ് പൂർണ്ണമായും സൗജന്യമായാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു കുടുംബത്തിന് നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഭാരിച്ച ചെലവിൽ ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കുന്നത്. പൂർണ്ണമായും ഒരു സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ PK ഐ കെയർ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം വരുന്ന ആൾക്കാർക്ക് സ്കാനിങ്ങുകളോ ഡോക്ടർ രജിസ്ട്രേഷനോ മറ്റ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ കർണാടകയിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അത് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യും. MD PK സമീർ,
അലി നാനാർത്ത്, MK സുബൈർ, മുഹമ്മദ് സുഹൈൽ, MC നജ്മുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. താഴെ ചമ്പാട് UP നഗറിലെ പുത്തൻ പീടികയിൽ രാഘവൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. ശ്രീനാരായണ ആദർശവേദി സ്ഥാപകാംഗമായിരുന്നു. കമലയാണ് ഭാര്യ. ഷൈമ, ഷാജി, ഷീജ, ഷീന, ഷീബ എന്നിവർ മക്കളും ശശി, രാമചന്ദ്രൻ, മഹേഷ്, മിനി, പരേതനായ ഹരീന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിപ്ലവ നേതാവിന് വിട. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും വോട്ട് ചേർക്കാനുള്ള ദിവസം 15 നിന്ന് 30 ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും VD. പാനൂർ നഗരസഭയിൽ മഹാത്മാ മന്ദിരം കനാൽ റോഡിൽ സ്വകാര്യ വ്യക്തി ചളിമണ്ണ് നിക്ഷേപിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ദുരിതത്തിൽ. നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസും നഗരസഭയും നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപം. ധർമ്മടം ബാങ്ക് സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MT കുമാരൻ സാഹിത്യ പുരസ്കാരം N ശശിധരനും VV രുക്മിണി ചെറുകഥാ പുരസ്കാരം കാവ്യ അയ്യപ്പനും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.